നിന്റെ അപ്പനിൽ നിന്ന് നീ പഠിക്കണം. ഓ എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചു പോയിട്ടുണ്ടാവും, പേടിക്കണ്ട. നമുക്ക് സ്വർഗസ്ഥനായ ഒരു അപ്പനുണ്ട്, അപ്പൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഔസേപിതാവിൽ നിന്ന് പഠിക്കാമെന്ന്. ശാന്തത പഠിക്കണം, സ്വസ്ഥത പഠിക്കണം, മനസമാധാനം പഠിക്കണം. മറ്റൊരു വചനം വായിച്ചേ, യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. ഈശോയെ കുറിച്ച് ഒരു വലിയ പ്രവചനമാണ്. യെശയ്യ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് ഈശോയെ കുറിച്ചൊരു പ്രവചനം നടത്തിയിരുന്നു. ഒന്ന് വായിച്ചാലോ? യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം ചാപ്റ്റർ 53 വേഴ്സ് 7, 7-ാം വചനം. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയ്ക്ക് ഈ മൗനം പാലിക്കാൻ കിട്ടിയ ട്രെയിനിങ് ആരിൽ നിന്നാണ്? അപ്പനിൽ നിന്നാണ്. ജോസഫിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റിയാണത്. മൗനം പാലിച്ചു. പ്രതികരിക്കാമായിരുന്ന പല സന്ദർഭങ്ങളില്ലേ? നിങ്ങൾ ചിന്തിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ. ആ കുരിശെ കയറ്റി മരണപ്പെടുന്ന സമയമുണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അങ്ങേയറ്റം തീവ്രമായ വേദനയുടെ സമയം. കുരിശേൽ ഇങ്ങനെ ജീവിതത്തിൽ അങ്ങേയറ്റം ഭാരപ്പെടുന്ന സമയം താഴത്ത് നിന്നുകൊണ്ട് പട്ടാളക്കാര് പലതരത്തിൽ പറഞ്ഞ് കളിയാക്കുന്നു. നിനക്ക് ധൈര്യം ഉണ്ട്, ഇറങ്ങി വാടാ. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? ശരിയാ, കുരിശുമരണമൊക്കെ നേടാം, 2 പറഞ്ഞിട്ട് ചത്താ മതിയായിരുന്നു. ഇവന്മാരാര്? ഇവന്മാരോട് 2 പറയണം. ഈശോ മൗനം പാലിച്ചു. നമ്മുടെ കുടുംബ ജീവിത വഴികളിൽ നമുക്ക് വേണ്ട വലിയൊരു കൃപയെ കുറിച്ചാണ് വചനം പറയുന്നത്. മൗനം പാലിക്കാൻ. ചില സമയങ്ങൾ പൊട്ടിത്തെറിക്കാൻ തോന്നും, പക്ഷേ പൊട്ടിത്തെറിക്കരുത്, മൗനം വിടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊട്ടിത്തെറിക്കാൻ തോന്നും, ഇപ്പൊ അടി കൊടുക്കാൻ തോന്നും, ഇപ്പൊ ബഹളം വെക്കാൻ തോന്നും, ഇപ്പൊ അങ്ങോട്ട് ആദ്യം ചാടരുത്. മൗനം, ശാന്തത, സ്വസ്ഥത വളരെ പ്രധാനം. കുടുംബം മുമ്പോട്ട് നീങ്ങണോ? സമാധാനം. പ്രൈസ് ദി ലോർഡ്.